ഭർത്താവിന്റെ അനിയൻ മകനെ നന്നായി നോക്കുന്നത് കണ്ടപ്പോൾ നീ എന്റെ ചെറിയ മോനെ കല്യാണം കഴിച്ചൂടെ എന്ന് അമ്മ ചോദിക്കുന്നു. എന്നാൽ അവൾക്കത് ശരിയായി തോന്നിയില്ല. പിന്നീട് അവൾ മാർക്കറ്റിൽ പോയപ്പോൾ കുറച്ച് പയ്യന്മാർ അവളോട് മോശമായി പെരുമാറി. അവിടെയുണ്ടായിരുന്ന ശിവ എന്ന യുവാവ്, ഞാനൊരു യൂട്യൂബറാണ്, നിങ്ങളുടെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ പയ്യന്മാർ അവിടെ നിന്നും പോയി. ശിവ അവളോട്, നിങ്ങളെന്താ ഒറ്റയ്ക്ക് വന്നത്, ഭർത്താവിനെയും കൂടെ കൂട്ടിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാനൊരു വിധവയാണ്, അതുകാരണം എല്ലാവരും എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും ശിവ ആ നടന്ന കാര്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. ഇത് കണ്ട ഭർത്താവിന്റെ അനിയൻ, നീ എന്തിനാ ഇതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത്, എന്നെ കല്യാണം കഴിച്ചാൽ നിനക്കിങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. ദേഷ്യം വന്ന അവൾ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി. പിറ്റേന്ന് മാർക്കറ്റിൽ വെച്ച് അവൾ ശിവയെ കണ്ടു. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശിവ അവളോട് ക്ഷമ ചോദിച്ചു. സാരമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കൊരു ധൈര്യം കിട്ടി എന്ന് പറഞ്ഞ് അവൾ അവളുടെ ജീവിതകഥ ശിവയോട് പറഞ്ഞു. അതിനുശേഷം അവർ ഇടയ്ക്കിടെ പരസ്പരം കാണാൻ തുടങ്ങി. ഒരു ദിവസം ഭർത്താവിന്റെ അനിയൻ അവരെ ഒരുമിച്ച് കണ്ടു. നീ എന്തിനാ ഇവളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത്, ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് എന്ന് പറഞ്ഞ് അയാൾ അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തിയ ശിവ അവളെ കുറേ തവണ ഫോണിൽ വിളിച്ചു. അവൾ ഫോൺ എടുക്കാത്തതുകൊണ്ട് ശിവ നേരെ അവളുടെ വീട്ടിലെത്തി. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ കണ്ട ശിവ, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എന്റെ ഭർത്താവിന്റെ അനിയൻ എന്നെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് അവൾ അവനോട് പറഞ്ഞു. അവന് നിന്നെയല്ല വേണ്ടത്, നിന്റെ സ്വത്തിനെയാണ് വേണ്ടത് എന്ന് ശിവ പറഞ്ഞപ്പോൾ, അതിനെനിക്ക് സ്വത്തൊന്നും ഇല്ലല്ലോ എന്ന് അവൾ ശിവയോട് പറഞ്ഞു. എന്നാൽ നിന്റെ ഭർത്താവ് സ്വത്തെല്ലാം നിന്റെ പേരിലാണ് ആക്കിയിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് അവർ നിന്നെ വിടാത്തത് എന്ന് ശിവ പറഞ്ഞു. ഇത് കേട്ട് അവൾ വീട്ടുകാരോട് ദേഷ്യപ്പെടുകയും ഒരു സ്വത്തും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട് ദേഷ്യം വന്ന ഭർത്താവിന്റെ അമ്മ, ഇനി ഇവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് അവളെ കൊന്നുകളയാൻ മകനോട് പറഞ്ഞു. അങ്ങനെ സ്വത്തിനു വേണ്ടി അയാൾ അവളെ കൊലപ്പെടുത്തി.